ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളുടെ അയൽരാജ്യമായിട്ടുള്ള പാകിസ്ഥാന്റെ അവസ്ഥ എല്ലാ രീതിയിലും നമുക്ക് ഇന്നറിയാവുന്നതാണ്. പ്രത്യേകിച്ച് അവരുടെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് നമ്മൾ കൂടുതലൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. സാമ്പത്തികമായി തകർന്നു തരിപ്പണമായി നിൽക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. എന്നാലും ഒരു രാജ്യമെന്ന രീതിയിൽ അല്ലെങ്കിൽ തന്നെയും ഒരു സ്റ്റേറ്റ് ഭരണകൂടം അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ ഭരണകൂടത്തെ ഇതുപോലെ നിലനിർത്തുക എന്നുള്ളത് ചൈന ഉൾപ്പെടെ അമേരിക്ക ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളുടെയും ആവശ്യമാണ്, ലക്ഷ്യമാണ്. അതുകൊണ്ട് എന്നും പാകിസ്ഥാനിൽ ഒരു മിലിറ്ററിക്ക് ഡോമിനൻസ് ഉള്ള ഒരു സ്റ്റേറ്റ് ഭരണകൂടം അവിടെ ഉണ്ടാകും. അവരെ ഫീഡ് ചെയ്യുന്നത്, ആ സ്റ്റേറ്റിനെ ഫണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ബാങ്ക് റോൾ ചെയ്യുന്നത് അമേരിക്ക, ചൈന, സൗദി, വളരെ റീസെൻ്റ് ആയിട്ടൊരു പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഖത്തർ, ടർക്കി ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഫിനാൻഷ്യലി അവർക്ക് ഫിനാൻഷ്യൽ പാക്കേജസ് അല്ലെങ്കിൽ ഇക്കണോമിക് പാക്കേജസ് കൊടുത്തത്. എന്ന് വെച്ചാൽ നമ്മളിലെ ഒരു രോഗിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ രോഗിക്ക് നമ്മൾ ഓക്സിജൻ വെന്റിലേറ്ററിലാണ് ശരിക്കും പറഞ്ഞത്. പക്ഷേ നമ്മളിലെ കൃത്രിമ ശ്വാസം നൽകി ആ രോഗിയെ നമ്മൾ ആ രോ ആ രോഗിയുടെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവൻ നിലനിർത്തുന്നതിന് തുല്യമായിട്ടാണ് ഇന്ന് പാകിസ്ഥാന്റെ അവസ്ഥ. അപ്പോൾ ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഉള്ള പലതരത്തിലുള്ള സഹായങ്ങൾ കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഒരു കൃത്രിമ ശ്വാസവും നമ്മൾ കരുതി കഴിഞ്ഞാൽ അങ്ങനെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ നിലനിൽക്കുന്നത്. കാരണം രാജ്യം, അവരുടെ സ്റ്റേറ്റ് ഭരണകൂടം നിലനിൽക്കുന്നുണ്ട്, പക്ഷെ രാജ്യം ഒട്ടാകെ വളരെ, എന്താണ് പറയുന്നത്, അശാന്തിയും ആ, അരാജകത്വവും മറ്റ് രീതിയിലുള്ള എല്ലാ ആഭ്യന്തര കലഹങ്ങളും ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങളും ആഭ്യന്തര യുദ്ധങ്ങളും രൂക്ഷമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയും ജനങ്ങളുടെ ജീവിതത്തെയൊക്കെ വളരെ, ജനങ്ങളെ എന്നാൽ പ്രത്യേകിച്ച് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ജീവിതത്തെ വളരെ സങ്കീർണമാക്കുന്ന അല്ലെങ്കിൽ ദുഷ്കരമാക്കുന്ന രീതിയിലുള്ളൊരു അവസ്ഥയാണ് പാകിസ്ഥാനുള്ളത്. പക്ഷേ പാകിസ്ഥാന്റെ ഭരണവർഗം, രാഷ്ട്രീയ ഭരണവർഗം, അതായത് മിലിറ്ററിയും സിവിലിയൻസ് പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഉണ്ട്. ഇപ്പം നവാസ് ഷെരീഫ് അല്ലെങ്കിൽ ബനസീർ ഭൂട്ടോ ഇങ്ങനെയുള്ള രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കുടുംബങ്ങളുടെ ഒരു കുത്തകയാണല്ലോ അവിടുത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചും, കാരണം അവരൊക്കെ വളരെ വെൽത്തിയാണ്, റിച്ചാണ്, ഫിൽത്തി റിച്ചാണ്, അവർക്കൊന്നും കുഴപ്പമില്ല. പക്ഷേ ബഹുഭൂരിഷം വരുന്ന മറ്റ് ജനങ്ങളുടെ ജീവിതം മൊത്തം താറുമാറായി കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള പാകിസ്ഥാൻ ഇപ്പോൾ കടം കയറി മുടിഞ്ഞ ഒരവസ്ഥയിലാണ് എന്നുള്ളത് നമ്മൾ പല വീഡിയോയിലും പല ടോപ്പിക്കിലും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെ താങ്ങി നിർത്തുന്നത് സൗദി അറേബ്യ, ഖത്തർ, UAE, ചിലപ്പോൾ ടർക്കി, ചൈന, അമേരിക്ക ഇതുപോലുള്ള രാജ്യങ്ങളിൽ നിന്നും പല രീതിയിൽ അവർക്ക് കിട്ടുന്ന സഹായങ്ങൾ കൊണ്ടാണ്. പാകിസ്ഥാൻ എന്ന രാജ്യമല്ല, പാകിസ്ഥാനിലെ സ്റ്റേറ്റ്, ആ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു മിലിറ്ററി സ്റ്റേറ്റ് ആണ്. ആ മിലിറ്ററി സ്റ്റേറ്റ് മിലിറ്ററിക്ക് ഡോമിനൻസ് എന്നും ഉണ്ട്. പാകിസ്ഥാൻ സ്വാതന്ത്ര്യം ലഭിച്ച അന്ന് മുതൽ ഇന്ന് വരെ പാകിസ്ഥാന്റെ മിലിറ്ററിക്കാണ് അവിടെ ഡോമിനൻസ്. ആ ഡോമിനൻസ് പാകിസ്ഥാൻ മിലിറ്ററിക്ക് എന്തുകൊണ്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാകിസ്ഥാനെ ഉണ്ടാക്കിയ ആൾക്കാരുടെ ജിയോ പൊളിറ്റിക്കൽ ലക്ഷ്യങ്ങൾ നേടുന്നതിന് പാകിസ്ഥാനെ ഈ രീതിയിൽ നിലനിർത്തുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ്. ഓക്കെ, അതല്ല നമ്മുടെ ഇപ്പോഴത്തെ ടോപ്പിക്കിന്റെ വിഷയം. ഇവിടെ പറയുന്നത് പാകിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ് പാകിസ്ഥാൻ. ഇപ്പം നമ്മുടെ നേരത്തെ ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യൻ എയർലൈൻസ് ഒന്നും അല്ല എയർ ഇന്ത്യ എന്ന് പറയുന്നത്, നമ്മുടെ നാഷണൽ കാരിയർ എന്നൊക്കെ നമ്മൾ പറയും എല്ലാ രാജ്യത്തും. എന്നുവെച്ചാൽ ആ രാജ്യത്തെ നാഷണൽ കാരിയർ എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ ഗവൺമെന്റ് നിയന്ത്രിക്കുന്ന അല്ലെ സർക്കാരിന്റെ അധീനതയിലുള്ള അവരുടെ ദേശീയ വിമാന കമ്പനിയാണ് നാഷണൽ എയർലൈൻസ് അല്ലെങ്കിൽ നാഷണൽ കാരിയർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുപോലെ പാകിസ്ഥാന്റെ നാഷണൽ കാരിയറിനെ ഇപ്പോൾ വിറ്റ് കാശാക്കാൻ വേണ്ടി, അതായത് പാകിസ്ഥാൻ ഇന്ത്യൻ നാഷണൽ എയർലൈൻസ് PIA എന്ന് പറയുന്ന കമ്പനിയെ വിറ്റ് കാശാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതിന് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, കടം കയറിയതോടുകൂടി ഈ പറഞ്ഞ ലോകബാങ്ക്, IMF, നമ്മൾ നേരത്തെ പറഞ്ഞ സൗദി അറേബ്യ, ഖത്തർ, UAE അല്ലെങ്കിൽ ടർക്കി, ചൈന ഇതുപോലുള്ള രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ധനസഹായങ്ങൾ കൊണ്ടാണ് പാകിസ്ഥാൻ കഷ്ടിച്ച് രക്ഷപ്പെട്ട് അല്ലെങ്കിൽ കഷ്ടിച്ച് നിലനിൽക്കുന്നത്. അവരുടെ ദൈനംദിന ചിലവുകൾ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിന്റെ, ഗവൺമെന്റിന്റെ ചിലവുകൾ
കൊണ്ടുപോകുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. എന്നുവെച്ചാൽ അവരുടെ സ്റ്റേറ്റിനെ ഭരണ സംവിധാനത്തെ ഓടിച്ചുകൊണ്ട് പോകുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ആ ഭരണ സംവിധാനം കൊളാപ്സ് ആയി കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ രാജ്യങ്ങളുടെ ഒന്നും ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള ഭൗമരാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നടക്കത്തില്ല. അപ്പം അതുകൊണ്ട് ഓരോ ദിവസവും കഴിയും തോറും പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കടം കൂടി വരികയാണ്. കാരണം കടം കൂടുന്നത് എന്തുകൊണ്ടാണ്? നമുക്കിപ്പോൾ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് കടം കൂടുന്നത്? വ്യക്തിയുടെ വരുമാനം കുറവും ചെലവുകൾ കൂടുതലും ആകുമ്പോൾ കടം മേടിക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ആ പാറ്റേൺ അങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയും വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ കൂടുതൽ കടം വാങ്ങിക്കേണ്ടി വരും. കാരണം വരുമാനം നമുക്കറിയാം ഒരു നിശ്ചിത പരിധിക്കുള്ളിൽ മാത്രമേ എപ്പോഴും അത് നിൽക്കത്തുള്ളൂ. അതിന് എന്തെങ്കിലും വർധനം ഉണ്ടായാലും വളരെ പരിമിതമായിട്ടുള്ള വർധനവ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ ചെലവുകൾ സ്കൈ റോക്കറ്റ് ചെയ്യും, ഇല്ലേ? കുതിച്ചു വരും. അപ്പം അതുപോലെ തന്നെയാണ് രാജ്യത്തിൻ്റെ കാര്യം. അപ്പം അങ്ങനെ കടം കൂടി വരുന്ന രാജ്യം എന്ന് പറയുമ്പോൾ ആ രാജ്യത്തെ വ്യാവസായികമായിട്ടുള്ള പുരോഗതിയില്ല, സാമ്പത്തികമായിട്ടുള്ള പുരോഗതിയില്ല, പ്രൊഡക്റ്റീവ് അല്ല രാജ്യം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സമ്പദ് മേഖല മുഴുവനായിട്ട് തകർന്നടിഞ്ഞിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ആഭ്യന്തര സംഘർഷങ്ങളും ആഭ്യന്തര കലഹങ്ങളും ഒക്കെ തന്നെ സ്ഥിരമായി നമ്മൾ അവിടെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ്. എപ്പോഴും വെടിവെപ്പും ബോംബ് സ്ഫോടനവും തീവ്രവാദി ആക്രമണവും മിലിറ്ററി തന്നെ അവരുടെ രാജ്യത്ത് പല രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്ന സ്ഥിരം കാഴ്ചകൾ നമ്മൾ കാണുന്നത് കൊണ്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം വളരെയധികം ഏഷ്യയിലെ ഒരുപക്ഷെ ഏറ്റവും അരാജകത്വം നിറഞ്ഞ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള പാകിസ്ഥാൻ സാമ്പത്തികമായിട്ട് നട്ടം തിരികെയാണ്. അപ്പം ഇതിന് ഇല്ല ചിക്കൻ ആൻഡ് എഗ് ക്വസ്റ്റ്യൻ നമ്മൾ പറയത്തില്ലേ, കോഴിയാണോ ആദ്യം ഉണ്ടായത് മുട്ടയാണോ ആദ്യം ഉണ്ടായിരുന്നത്? പാകിസ്ഥാന്റെ ഈ പ്രവൃത്തികൾ കൊണ്ടാണോ സമ്പദ് വ്യവസ്ഥ ഇങ്ങനെ ആയത്, അതോ സമ്പദ് വ്യവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടാണ് പാകിസ്ഥാന്റെ ആഭ്യന്തരമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ വിഷയങ്ങൾ ഇങ്ങനെ ഉണ്ടായെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ ഇപ്പോൾ ഒരു ഉത്തരം നൽകാൻ സാധിക്കത്തില്ല. പക്ഷേ രണ്ടും കോംപ്ലിമെൻ്ററി ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടും രണ്ടും പരസ്പരം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായതോടുകൂടി പാകിസ്ഥാന്റെ അവസ്ഥ വളരെ എന്താണ് പറയുന്നത് മിസറബിളും ആയിട്ടുണ്ട്. അതിനെ കൂടുതൽ ദുർബലമാക്കി. കാരണം ഇന്ത്യയുടെ പോളിസി അങ്ങനെയാണ്. ഡയറക്റ്റ് ആയിട്ടുള്ള വാർ നമ്മൾ ഫൈറ്റ് ചെയ്യാതെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ പാകിസ്ഥാനെ ദുർബലപ്പെടുത്തുക എന്നുള്ളൊരു നയമാണ് ഇന്ത്യയുടെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇന്ത്യ ഒരു തന്ത്രത്തിൽ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ ഇന്ത്യ വിജയിച്ചിട്ടുണ്ട്, വിജയിച്ചു വരികയാണ് എന്നുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ പാകിസ്ഥാന്റെ ചിലവുകൾക്ക് വേണ്ടി, ദൈനംദിന ചിലവുകൾക്ക് വേണ്ടി ഇപ്പം അന്താരാഷ്ട്ര നാണയ നിധി എന്ന് പറയുന്ന IMF, ഇന്ത്യൻ നാഷണൽ മോണിറ്ററി ഫണ്ട്, അവിടെയൊക്കെ ചെന്ന് പിച്ചപാത്രവുമായിട്ട് കൈനീട്ടുമ്പോഴാണ് അവരെന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഇന്ത്യ ലീറെ 63,000 കോടി രൂപയ്ക്ക് തുല്യമായിട്ട് വരുന്ന വായ്പയ്ക്കായിട്ട് ഇപ്പോൾ പാകിസ്ഥാൻ IMF-ൽ നിന്ന് വായ്പ ലഭിക്കാൻ, ലോൺ ലഭിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ IMF-ന്റെ കാര്യം നമുക്കറിയാം, അല്ലെങ്കിൽ വേൾഡ് ബാങ്കിന്റെ കാര്യം നമുക്കറിയാം. വേൾഡ് ബാങ്ക് അവിടെ നിൽക്കട്ടെ, IMF എന്ന് പറയുന്ന രാജ്യത്തിന്റെ മുമ്പിൽ, IMF എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ മുമ്പിൽ ലോകത്ത് ഏത് രാജ്യം ചെന്ന് ലോണിന് വേണ്ടി അപേക്ഷിച്ചാലും അല്ലെങ്കിൽ കൈനീട്ടിയാലും അവർ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ്, കണ്ടീഷണാലിറ്റീസ്, വ്യവസ്ഥകൾ പാലിച്ചാൽ മാത്രമേ ആ രാജ്യത്തിന് അവർ എന്തെങ്കിലുമൊക്കെ വായ്പ നൽകത്തുള്ളൂ. വായ്പ നൽകണമെങ്കിൽ, അനുവദിക്കണമെങ്കിൽ സാമ്പത്തിക രംഗത്ത് നല്ല ആ രാജ്യത്തിൻ്റെ പരമാധികാരം നമ്മൾ കൊണ്ടുപോയി IMF-ന്റെ മുമ്പിൽ, വേൾഡ് ബാങ്കിന്റെ മുമ്പിൽ സറണ്ടർ ചെയ്യാതെ, അടിയറ വെക്കാതെ IMF അല്ലെങ്കിൽ വേൾഡ് ബാങ്ക് ഒരു രാജ്യത്തെയും സഹായിക്കത്തില്ല. അവരെ ഉണ്ടാക്കിയത് തന്നെ അതിനു വേണ്ടിയാണ്. അത് വേറെ കാര്യം. അതെല്ലാം ഇവിടുത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റൊരു വീഡിയോ നമ്മൾ സംസാരിക്കാം. അപ്പം ഇങ്ങനെ IMF-ന്റെ മുമ്പിൽ ലോണിന് പോകുമ്പോൾ സാമ്പത്തിക രംഗത്ത് ചെലവുകൾ കുറയ്ക്കുകയും അതുപോലെ തന്നെ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ടല്ലോ. എന്നുവെച്ചാൽ ഒരു രാജ്യത്തിൻ്റെ ഗവൺമെൻറ് നിയന്ത്രിക്കുന്ന സ്ഥാപനങ്ങൾ, ഇപ്പം നമ്മൾ ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ പാകിസ്ഥാനിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. പാകിസ്ഥാനാണ് ഇപ്പം ലോണിന് വേണ്ടി പോയിരിക്കുന്നത്. അപ്പോൾ ആ സ്ഥാപനങ്ങളൊക്കെ സ്വകാര്യവൽക്കരിക്കുക, അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ് കുറയ്ക്കുക. സ്പെൻഡിങ് കുറയ്ക്കുക എന്ന് പറയുമ്പം പ്രധാനപ്പെട്ട മേഖലകളൊക്കെ എഡ്യൂക്കേഷൻ, ഹെൽത്ത്, അതുപോലെ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ, ഇൻഫ്രാസ്ട്രക്ചർ, ഇതിനു വേണ്ടിയൊക്കെയുള്ള എക്സ്പെൻഡിച്ചർ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കുറയ്ക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അത് ഗവൺമെൻറ് ആ രാജ്യത്തിന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കത്തുള്ളൂ. ഓക്കെ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഈ നിബന്ധനകളൊക്കെ പാലിച്ചാൽ മാത്രമേ IMF-ൽ നിന്ന് ലോൺ കിട്ടത്തുള്ളൂ. IMF-ൽ നിന്ന് ലോൺ കിട്ടുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് പാകിസ്ഥാനെ സംബന്ധിച്ച്. അല്ല വേറെ ഒരു രക്ഷയില്ല.
അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് സ്വകാര്യവൽക്കരിക്കാൻ പാകിസ്ഥാന്റെ ഗവൺമെന്റ് തീരുമാനിക്കുന്നത്. അപ്പോൾ നേരത്തെ ഈ വർഷം തുടക്കത്തിൽ അവർ ശ്രമിച്ചിരുന്നെങ്കിലും പലരും വില കുറച്ചാണ് അതിനെ കോട്ട് ചെയ്തത്, അതുകൊണ്ട് വിൽപ്പന നടന്നില്ല. അപ്പോൾ അന്ന് മുടങ്ങിയിട്ടുള്ള വിൽപ്പന ഇപ്പോൾ വീണ്ടും പൊടി തട്ടിയെടുക്കുകയാണ്, വീണ്ടും സജീവമാക്കാനാണ് പാകിസ്ഥാന്റെ സർക്കാർ. അതായത് പാകിസ്ഥാന്റെ സർക്കാർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആസിഫ് മുനീർ നേതൃത്വം നൽകുന്ന മിലിറ്ററി ഗവൺമെന്റ് തന്നെയാണ്. അപ്പോൾ ഇത്തവണ കൊട്ടേഷൻ അവർ ക്ഷണിച്ചപ്പോൾ 4 കമ്പനികൾ മുന്നോട്ട് വന്നു. 4 കമ്പനികൾ മുന്നോട്ട് വന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ മിലിറ്ററി തന്നെ നേതൃത്വം കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. അത് നല്ല രസകരമായിട്ടുള്ള ഒരു അവസ്ഥയാണല്ലോ അല്ലേ. അതായത് നമുക്കറിയാം പാകിസ്ഥാൻ ലോകത്തിൽ ബിസിനസ് നടത്തുന്ന ഒരേ ഒരു ആർമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിഫൻസ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഡിഫൻസ് ആണ്. ആർമി എന്നൊക്കെ പറയാം, കാരണം പാകിസ്ഥാൻ ആർമിയാണ് അവിടെ ഡോമിനന്റ്, ബാക്കി എല്ലാവരും അതിന് താഴെ എത്തുള്ളൂ. ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിലെ ആർമിക്ക് സുപ്പീരിയോറിറ്റിയും ബാക്കി നേവിക്കും എയർഫോഴ്സിനും അതിൻ്റെ താഴെയൊന്നുമില്ല. ഇന്ത്യക്ക് എല്ലാ ഫോഴ്സിനും തുല്യ പ്രാധാന്യമുള്ളത്. അല്ല, മറ്റു രാജ്യങ്ങളെല്ലാം തന്നെ അങ്ങനെയാണ്. പക്ഷേ പാകിസ്ഥാനിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള വ്യവസ്ഥകൾ നിലനിൽക്കുന്ന രാജ്യത്തൊക്കെ എന്ന് പറഞ്ഞാൽ ആർമി ആയിരിക്കും എപ്പോഴും സുപ്പീരിയർ, ബാക്കി നേവി എയർഫോഴ്സ് ഒക്കെ അതിൻ്റെ താഴെ തന്നെ വരത്തുള്ളൂ. കാരണം അവിടെ എപ്പോഴും പട്ടാള ഭരണം എന്ന് പറയുമ്പോൾ ആർമിയുടെ ചീഫ് അല്ലെങ്കിൽ ആർമിയുടെ തലവനായിരിക്കും അവരുടെ രാജ്യത്തിൻ്റെ തലവനായിട്ട് വരുന്നത്. അല്ല, എയർഫോഴ്സിൻ്റെ നേവിയുടെ ഒന്നും ചീഫ് ആയിരിക്കത്തില്ല എന്നുള്ളൊരു വസ്തുത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ വാങ്ങിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിരിക്കുന്ന 4 കമ്പനികളാണെന്ന് നമ്മൾ പറഞ്ഞു. അതിലൊന്നാണ് ഹബീബ് റഫീഖ്, യൂനസ് ബ്രദേഴ്സ്, എയർ ബ്ലൂ, ഫൗജി ഫെർട്ടിലൈസർ കമ്പനി. ഫൗജി എന്ന് പറഞ്ഞാൽ പട്ടാളത്തിലോട്ട് ബന്ധപ്പെട്ടാണ്. പിന്നെ പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ കമ്പനിയാണ് ഫൗജി ഫെർട്ടിലൈസർ. പാകിസ്ഥാന്റെ സൈന്യത്തിന് കീഴിലുള്ള ഒരു കമ്പനിയാണ് ഫൗജി ഫെർട്ടിലൈസർ. അപ്പോൾ ഈ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിന്റെ ഉടമസ്ഥാവകാശം ഈ ഫൗജി ഫെർട്ടിലൈസറിന് കിട്ടിക്കഴിഞ്ഞാൽ അത് പാകിസ്ഥാൻ ആർമിയുടെ ആയിത്തീർന്നു. മനസ്സിലല്ലോ, പാകിസ്ഥാൻ ആർമി അല്ലെങ്കിൽ പാകിസ്ഥാൻ സേനയുടെ ആയിക്കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ സേനാ മേധാവി അസീം മുനീറാണ്. അപ്പോൾ അസീം മുനീർ ഇപ്പം നമ്മൾ ഇവിടെ ഇതുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കത്തില്ല. എന്നാൽ തന്നെയും നമ്മുടെ കേരളത്തിലെ KSRTCയുടെ ഓണറാണ്, KSRTCയുടെ MD ആരാണ്? ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ അല്ല, ശരിക്കും പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് സെക്രട്ടറിയാണ് ശരിക്കും പറഞ്ഞിട്ട്, പേരിനെങ്കിലും നെയിം സേക്കിൽ. ശരിക്കും അങ്ങനെയല്ല, എന്നിരുന്നാൽ തന്നെയും നമ്മുടെ KSRTCയുടെ ഓണർ MD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ബസ്സിലും നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഓണർ MD, മാനേജിങ് ഡയറക്ടർ, ട്രാൻസ്പോർട്ടിൻ്റെ ഏറ്റവും ട്രാൻസ്പോർട്ട് മിനിസ്ട്രിയിലെ അല്ലെങ്കിൽ ഗതാഗത മന്ത്രാലയത്തിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള സെക്രട്ടറി ആയിരിക്കും അതിൻ്റെ MD എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് ഈ ഫൗജി ഫെർട്ടിലൈസർ കമ്പനിക്ക് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് ആർമി ചീഫിന്റെ ഡയറക്റ്റ് കൺട്രോളിൽ വരും. അപ്പോൾ അതിനുശേഷം മറ്റുള്ള കമ്പനികളെല്ലാം, സേനയുടെ കീഴിലുള്ള കമ്പനികളെല്ലാം എങ്ങനെയാണോ ആർമി ചീഫിന് അല്ലെങ്കിൽ സൈനിക മേധാവിക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത്, അതുപോലെ തന്നെ ഈ കമ്പനിയും വളരെ ഒരു എതിർപ്പുമില്ലാതെ മറ്റ് ചോദ്യോത്തരങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഈ കമ്പനിയും സൈനിക മേധാവിക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. സൈനിക മേധാവി ആരാണോ അദ്ദേഹമായിരിക്കും ഇതിന്റെ ഉടമ. അത് നമ്മളെ പൊതുവെ അങ്ങനെ തന്നെയാണല്ലോ, തീർച്ചയായിട്ടും. മറ്റു രാജ്യത്തൊക്കെ ഒരു അക്കൗണ്ടബിലിറ്റിയും അല്ലെങ്കിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും പാകിസ്ഥാനിൽ അങ്ങനൊന്നും ഇല്ലല്ലോ, തീർച്ചയായിട്ടും. അപ്പം ഈ പറഞ്ഞ പാകിസ്ഥാന്റെ ഇന്റർനാഷണൽ എയർലൈൻസ് ഈ ഫൗജി ഫെർട്ടിലൈസർ കമ്പനി മേടിക്കാൻ സാധ്യമാണെങ്കിൽ അതിന്റെ ഉടമ സൈനിക മേധാവായിട്ടുള്ള അസീം മുനീറാകും എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഈ രാജ്യത്തെ ഇത്രയധികം മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ നിയന്ത്രണത്തിന് കീഴിൽ വരുന്നൊരു കമ്പനിയെ എങ്ങനെ അവർക്ക് സ്വന്തം താല്പര്യങ്ങൾക്കും സ്വന്തമായിട്ട് ധനം ഉണ്ടാക്കാനൊക്കെ എത്രത്തോളം അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു ചെറിയ ഉദാഹരണം, സിമ്പിളുള്ള ഉദാഹരണം. ഇപ്പം ഇത് ആർമിയുടെ കീഴിൽ വന്നെന്നിരിക്കട്ടെ, സേനയുടെ കീഴിൽ ഈ കമ്പനി വന്നെന്നിരിക്കട്ടെ, അത് പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ്. അപ്പം നമുക്കറിയാം ലോകത്തെ എല്ലാ രാജ്യങ്ങളും, ഇപ്പം ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും അവരുടെ എയർലൈൻസുകളൊക്കെ തന്നെ പിന്നെ ഒത്തിരി എയർക്രാഫ്റ്റുകൾ ഒന്നുകിൽ ബോയിങ്ങിൽ നിന്നോ എയർബസിൽ നിന്നോ ഒക്കെ മേടിക്കുന്നതാണ്. സിവിലിയൻ എയർലൈൻസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ഒത്തിരി നമ്മുടെ ടാറ്റയുടെ കീഴിലുള്ള ഇന്ത്യൻ എയർലൈൻസ് ഒക്കെ ഒത്തിരി
എയർക്രാഫ്റ്റുകൾ മേടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ടർക്കി, UAE അവരൊക്കെ മേടിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ബൾക്കായിട്ടുള്ള മാസീവായിട്ടുള്ള പർച്ചേസ് ആയിരിക്കും. $1 ബില്യൺ പർച്ചേസ് ആയിരിക്കും, ഒന്ന് എയർബൈസോ അല്ലെങ്കിൽ ബോയിങ് ഒക്കെ. ഇപ്പം ഈ പാകിസ്ഥാനെ ഇന്റർനാഷണൽ എയർലൈൻസ് ഈ ഫൗജി ഫെർട്ടിലൈസർ കമ്പനി സ്വന്തമാക്കുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണ അധികാരം അസിമുനറിന് വരും, അല്ലെങ്കിൽ സൈനിക മേധാവി ആരാണോ അദ്ദേഹത്തിന് വരും. അപ്പോൾ ആ ഒരു എയർലൈൻസ് ഇനിയും ബോയിങ്ങിൽ നിന്നോ എയർബസിൽ നിന്നോ ഒക്കെ 50-40 അല്ലെങ്കിൽ 100 ഒക്കെ എയർലൈൻസ് മേടിക്കുകയാണെങ്കിൽ എന്തുമാത്രം കമ്മീഷൻ അതുവഴി ഈ വ്യക്തികൾക്കൊക്കെ ലഭിക്കും. $മില്യൺസ് കമ്മീഷൻ അവർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും അവരുടെ സ്വന്തം സാമ്പത്തിക താല്പര്യങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്താനൊക്കെ കഴിയും എന്നുള്ളൊരു വശം കൂടെ അതിനുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പാകിസ്ഥാന്റെ ആർമി അല്ലെങ്കിൽ സേനയാണ് ലോകത്തിലെ ബിസിനസ് ചെയ്യുന്ന ഒരു സേനാ വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവരുടെ സൈന്യത്തിന്റെ കീഴിൽ നിരവധി ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലിയ സ്ഥാപനങ്ങളുള്ളതാണ് ഈ പറഞ്ഞ ഫൗജി ഫൗണ്ടേഷന്. ആ ഫൗജി ഫൗണ്ടേഷന്റെ നിയന്ത്രണത്തിലുള്ള ഫൗജി ഫെർട്ടിലൈസർ കമ്പനിയൊക്കെ തന്നെ. അപ്പോൾ ഈ കമ്പനിയുടെയൊക്കെ ആൾക്കാരെ നിയമിക്കുന്നതും തലപ്പത്ത് ആൾക്കാരെ കൊണ്ട് ഇരുത്തുന്നതൊക്കെ തന്നെ സൈനിക മേധാവി ആരാണോ ആ വ്യക്തിയായിരിക്കും. അതിപ്പോൾ അവിടെ അസീമുനോടാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് കാര്യങ്ങളെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ആൾക്ക്, നമ്മളെവിടെയും കാണുന്ന പൊളിറ്റിക്സ് തന്നെ, ധനം ഉണ്ടാക്കുക, സമ്പത്ത് ഉണ്ടാക്കുക. വ്യക്തിപരമായിട്ടും ആ വ്യക്തിയുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കും ആ വ്യക്തിയുടെ ഫാമിലിക്കൊക്കെ വേണ്ടി ധനം ഉണ്ടാക്കുക. അത് എല്ലാ രാജ്യത്തും നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. വ്യത്യാസങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് പേരിലും അല്ലെങ്കിൽ നമ്മൾ പുറമേ കാണുന്ന ഈ ബാഹ്യമായിട്ടുള്ള ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അല്ല, മറ്റ് വ്യത്യാസങ്ങളൊന്നുമില്ല. എല്ലായിടവും നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഇപ്പം അമേരിക്കയിൽ ട്രംപ് നടത്തുന്നത് ഇതൊക്കെ തന്നെയാണ്. ടർക്കിയിൽ എർഡോഗാൻ നടത്തുന്നതാണ്. ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണതലപ്പത്തിരിക്കുന്ന ആൾക്കാരും ഒക്കെ ചെയ്യുന്ന ഇതൊക്കെ തന്നെയാണ്. നമ്മൾ ബംഗ്ലാദേശിൽ പോയാലും ഷെയ്ഖ് ഹസീന ചെയ്യുന്നത് ഇത് തന്നെയാണ്. മറ്റ് അവരുടെ എതിരാളിയായിട്ടുള്ള ബീഗം ഖാലിദാസിയ, അല്ലെങ്കിൽ ശ്രീലങ്ക, നേപ്പാൾ, ചൈന, ഇവിടെ എല്ലായിടങ്ങളും ഇതൊക്കെ തന്നെയാണ്. ഭരണത്തിൽ ഇരിക്കുന്ന ആൾക്കാർ അവർക്ക് സ്വന്തമായിട്ടും അവരുടെ ഫാമിലിയിലുള്ള ആൾക്കാർക്കും, അല്ലെങ്കിൽ അവർക്ക് പ്രിയപ്പെട്ട അവരുടെ കോട്ടറി എന്നൊക്കെ പറയും, അതുകൊണ്ട് ആൾക്കാർക്ക് സാമ്പത്തിക താല്പര്യങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക മെച്ചങ്ങൾ ഉണ്ടാക്കുന്ന ഇടപാടുകൾ നടത്തുക, അല്ലെങ്കിൽ അതിനകത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ് എവിടെയും രാഷ്ട്രീയം, പൊളിറ്റിക്സ്, പവർ എന്നുള്ളതാണ്. അപ്പോൾ പാകിസ്ഥാനിലും അതൊക്കെ തന്നെ. അവിടെ ചോദിക്കാനും പറയാനും മറ്റാകില്ല, അക്കൗണ്ടബിലിറ്റി ഇല്ല. മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് സൈനിക മേധാവിയായിട്ടുള്ള ഇപ്പോഴത്തെ അസീം മുനീറിന് കൂടുതൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഫാമിലിക്കും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ഒപ്പം നിൽക്കുന്ന ആൾക്കാർക്കും കൂടുതൽ സമ്പത്തും ധനവും ഉണ്ടാക്കാനുള്ളൊരു മാർഗമായിട്ട് ഇത് അവശേഷിക്കുന്നു. അവിടുത്തെ സംവിധാനങ്ങൾ അവരെ മാറ്റിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പൊ ഈ നീക്കം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ പാകിസ്ഥാൻ സൈന്യത്തിലേക്ക്, അതുവഴി പാകിസ്ഥാന്റെ സൈനിക മേധാവിയായിട്ടുള്ള ആൾക്കാർക്കും അവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കും കൂടുതൽ അധികാരങ്ങളും കൂടുതൽ സമ്പത്തും അവരിലേക്ക് എത്തുന്നതിന്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഇത് പലരും അവരുടെ ആഭ്യന്തരമായിട്ട് തന്നെ, അല്ലെങ്കിൽ നമുക്ക് പൊതുവെ കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും എന്താണ് സംഭവം എന്നുള്ളത്. പാകിസ്ഥാന്റെ ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇപ്പം നവാസ് ഷെരീഫിന്റെ സഹോദരനാണല്ലോ അവിടുത്തെ സിവിലിയൻ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പൊ അല്പം പൈസ കിട്ടാൻ വേണ്ടി എന്ത് കച്ചവടവും ചെയ്യാൻ അവർ തയ്യാറായിട്ട് നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ അസീം മുനീറിന്റെ ചില പ്രവണതകൾ അല്ലെങ്കിൽ പ്രവൃത്തികൾ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിനെ അദ്ദേഹത്തിന്റെ ഒരു നേതൃത്വം കൊടുക്കുന്ന സംവിധാനം അവർക്കൊന്നും അത്ര താല്പര്യമുള്ള വിഷയമല്ല. അത് പാകിസ്ഥാനിലെ പുതിയൊരു ആഭ്യന്തര യുദ്ധത്തിന് തുടക്കം കുറിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അതെങ്ങനെയൊക്കെ തന്നെ ആയാലും പാകിസ്ഥാൻ അടുത്ത സമീപകാലത്തൊന്നും ഈ ഷോർട്ട് ടു മീഡിയം ടൈമിൽ, ലോങ് ടൈം നമുക്കറിയില്ല, ഷോർട്ട് ടു മീഡിയം ടൈമിൽ സ്റ്റെബിലൈസ് ആകാൻ പോകുന്നില്ല. ഈ ഷോർട്ട് ടു മീഡിയം ടൈമിൽ സ്റ്റെബിലൈസ് ആകത്തില്ലെങ്കിൽ അവിടെ ഇൻസ്റ്റെബിലിറ്റീസ് അല്ലെങ്കിൽ ഡീസ്റ്റെബിലൈസേഷൻ പല രീതിയിൽ, അത് സാമ്പത്തികമായിട്ടും നമ്മൾ രാജ്യത്തിൻ്റെ സുരക്ഷയുടെ ഭാഗമായിട്ടും കൾച്ചറലായിട്ടും എല്ലാ രീതിയിലും ഡീസ്റ്റെബിലൈസേഷൻ നടക്കാം. അപ്പം അത് ആ രാജ്യത്തെ പൂർണ്ണമായിട്ടും ഓൾറെഡി തളർത്തിയിട്ടുണ്ട്, ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം ബലൂചിസ്ഥാൻ വിഷയം, ടെഹ്രിക്ക് താലിബാന്റെ വിഷയം, സിന്ധ് പ്രോവിൻസിൽ, അങ്ങനെയുള്ള എല്ലാ മേഖലകളിലും പാകിസ്ഥാൻ ആഭ്യന്തരമായിട്ട് ഈ ഡീസ്റ്റെബിലൈസേഷൻ അല്ലെങ്കിൽ എന്താണ് പറയുന്നത്,
ഒരു രാജ്യത്തെ ദുർബലപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയും ആ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ അവിടുത്തെ ഭരണതലപ്പത്തുള്ള ആൾക്കാർ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കാതിരിക്കുകയും അവരുടെ സ്വന്തം താല്പര്യങ്ങളെ മാത്രം അധികാരവും സമ്പത്തും വർദ്ധിപ്പിക്കാനായിട്ട് വേണ്ടി മാത്രം ആ സ്റ്റേറ്റിനെ നിലനിർത്തുവാൻ വേണ്ടിയാണ് അവർ ഈ സാമ്പത്തിക സഹായങ്ങൾ തേടി ചൈനയിലേക്കും ടർക്കിയിലേക്കും ഖത്തർ, UAE, സൗദി, അമേരിക്ക അല്ലെങ്കിൽ IMF, വേൾഡ് ബാങ്കിലെ അങ്ങനെ കിട്ടുന്ന ലോണുള്ള IMF ഇതുപോലുള്ള ഇടങ്ങളിലേക്ക് അവർ ബെഗിങ് ബൗളുമായിട്ട് അല്ലെങ്കിൽ പിച്ചപാത്രവുമായിട്ട് അവർ പോകുന്നത്. അല്ലാതെ രാജ്യത്തിൻ്റെ സുരക്ഷ, സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്താനോ ജനങ്ങളുടെ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്താനോ അല്ലെങ്കിൽ അവർക്ക് ജനങ്ങളുടെ ക്ഷേമത്തെ മുൻനിർത്തിയുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുവാനോ ഒന്നുമല്ല എന്നുള്ളതാണ് പൊതുവെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വിറ്റഴിക്കൽ സാധ്യമാകും സാധ്യമാക്കും എന്നാൽ മാത്രമേ IMFൽ നിന്ന് അവർക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച് കിട്ടത്തുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഈ ഒരു പാതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്വകാര്യവൽക്കരിക്കുക എന്ന് പറയുമ്പോൾ ഈ പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ കയ്യിലുള്ള സ്ഥാപനം അവർക്ക് താല്പര്യമുള്ള ഏതെങ്കിലും സ്വകാര്യ മേഖലയിലുള്ള പാകിസ്ഥാനകത്തോ അല്ലെങ്കിൽ പാകിസ്ഥാന് പുറത്തോ ഒക്കെയുള്ള, പ്രത്യേകിച്ച് ഇപ്പം ഇത് ഇപ്പം നമുക്കറിയാം ഇന്ത്യയിലായ തന്നെയും സ്വകാര്യവൽക്കരണം എന്ന് പറയുമ്പം നമ്മൾ കേൾക്കുന്ന പേര്, ബാഹ്യമായിട്ടുള്ള പേരിലുള്ള ആളുടെ ആയിരിക്കത്തില്ല ശരിക്കുള്ള അതിൻ്റെ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ. അത് മറ്റാരിലും ഒക്കെ ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ പാകിസ്ഥാനിലായാലും തീർച്ചയായിട്ടും IMF ഇത് പറയുമ്പോൾ അവർ പറയുന്ന കണ്ടീഷണാലിറ്റി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അമേരിക്ക ഉൾപ്പെടുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരുടെ കൈകളിൽ തന്നെ ആയിരിക്കും ഇതുപോലുള്ള രാജ്യത്തിൻ്റെ സ്വത്തുക്കൾ അല്ലെങ്കിൽ എന്താണ് പറയുന്നത് വിഭവങ്ങൾ ചെന്നെത്താനുള്ള സാധ്യത എന്നുള്ളത് നമുക്ക് ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയൊക്കെ അവരെന്താണ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാൻ വളരെ അധികം പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ പറഞ്ഞ നേതാക്കളൊന്നും തന്നെ പാകിസ്ഥാൻ രാജ്യത്തെ രക്ഷിക്കുകയോ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കുകയോ ചെയ്യുന്നതിനുള്ളൊരു എന്താ പറയുന്നത് ശ്രമത്തിൻ്റെ ഭാഗമായിട്ടല്ല ഇതൊന്നും ചെയ്യുന്നത്. അവരുടെ അധികാരവും അവരുടെ അധികാരം നിലനിർത്തി കൂടുതൽ ആ രാജ്യത്തെ കൊള്ളയടിച്ച് സമ്പത്ത് കൈക്കലാക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ അവർക്കുള്ളൂ എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്, മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക് എന്ന നിലയിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞൊരു ടോപ്പിക്കോട് അവസാനിപ്പിക്കാം. മറ്റു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ